സമയം കൂടെ കുടിക്കണം. ഞാൻ വയറിലായി ലൈക്ക് അടിച്ചു പോയി. ഞാൻ പ്രമോശ നന്നായി ഉള്ളതല്ല അതിനർത്ഥം ലൈക്ക് അടിച്ചു. ഇത്ര വല്ലതും കൂടുന്നുണ്ടോ ഹൈറ്റിലൊന്നും ഡ്രൈവർ സമ്മതിക്കണോട്ടോ. ഞാൻ പറഞ്ഞല്ലേ ഡോക്ടറെ കാണിക്കാനായിട്ട്. അത് കൂടി ഞാൻ കൊണ്ട് എക്സ്റേ എടുക്കാൻ വേണ്ടി ഉറപ്പല്ല. ആ ബൈക്കിൽ ചെക്കന്മാരില്ലേ അവൻ ഇതുവരെ അവൻ ഡ്രസ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അവൻ മരുന്ന് വെച്ചിട്ട് അവൻ പോയി. പക്ഷെ അവനും മറ്റേ എഴുതി കൊടുത്തിട്ടുണ്ട് മറ്റേതിന് സ്കാനിങ്. അതല്ല രസം. അജിത്തിന്റെ കൂടെയുള്ളവർ ആരാന്ന് ചോദിച്ചിട്ടാ. അപ്പൊ എന്റെ പേര് അജിത്ത് എന്നാ. അപ്പൊ നേഴ്സ് വന്നിട്ട് അജിത്തിന്റെ കൂടെയുള്ളവർ ആരാന്ന് ചോദിച്ചു. അപ്പൊ ചോദിക്കുമ്പോ ആദ്യം നമ്മുടെ അത് ഞാനല്ലേ ഇത് ഒരു കൂടുതൽ ആൾക്കാർ പോണ് ഞാനാത് അടച്ചു അല്ലേ എല്ലാം നാളെ നോക്കാം. ഇത് വീണന്റെ ദുഃഖസൂചകമായിട്ട് എനിക്കൊരു ഫ്രൈഡ് റൈസ് വാങ്ങി തരേണ്ടതാണ്. വേറെ ഒന്നും തിന്നാൻ പറ്റില്ല. പൊറോട്ട ആണെങ്കിൽ എനിക്ക് പിച്ച് ചെയ്ത് തരണം. അങ്ങനെ ഞാൻ കഴിക്കൂ. എന്താ എന്റെ കയ്യടി എന്താ ഇത്ര നേരം ഹെഡ്ലൈറ്റ് കണ്ട വണ്ടി ഓടിച്ചിട്ടാ. ശരി, കാണുന്ന സ്ഥലത്താണ് ഈ ഒരു പൊട്ടല്. കാണാത്ത പല സ്ഥലങ്ങളിലും വീണന്റെ ചതവുണ്ട്. എനിക്കിപ്പോ കൈയിന്റെ ഈ മുട്ടിന്റെ ഭാഗം വേദന എടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡില്ലേ തള്ളവരലിന്റെ സൈഡ് അത് കുത്തിയാൻ അത് കല്ലച്ചിട്ടുണ്ട്. ഞാൻ ഏറെക്കുറെ പാർട്സുകളിലേക്കൊക്കെ ചെറിയ തോതിൽ കിട്ടിയിട്ടുണ്ട്. നാളെ ഞാൻ മറ്റേ മുക്കാബിലെ അതല്ലേ എനിക്ക് ഏറ്റവും വലിയ വിഷമം വീഡിയോ എടുക്കാൻ പറ്റുന്നല്ലേ. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ എപ്പോഴും ഞാൻ എടുക്കാറുള്ളതാണ്. ഈ ചെരുപ്പ് ഞാൻ ഇന്ന് കത്തിച്ച് കളഞ്ഞാണ് പണ്ടാണ്. അതിനുള്ളിൽ ഒരു തരി ഗ്രിപ്പില്ല. ഇവരെന്തിനു ഇത്രയ്ക്കും നല്ല വീടുകളൊക്കെയാണ് വീടിന്റെ അകൊക്കെയാണ് പിന്നെ രസമുണ്ട്. ഈ ഒരു ഇങ്ങനെ സ്ഥാപനത്തിലേക്ക് എന്ത് ആവശ്യമുണ്ട് ഇവര് ഇത്രയ്ക്കും നൈസായിട്ടുള്ള ടൈൽസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യണത് തണ്ടൽ കുത്തി വീഴാൻ വേണ്ടിട്ട്. ആ പരിപാടി അതെ മഴ പെയ്തില്ല നിൽക്കാതെയുള്ള മഴയല്ലേ. അവിടെ നനഞ്ഞു കിടക്കുന്ന എങ്ങനെയാണെന്നറിയോ? ചാറ്റിലടിച്ചിട്ട് വെള്ളം വീണ് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കിടക്കണേ. ആ ചെളിയുണ്ട്. പിന്നെ എന്റെ ചെരുപ്പിന്റെ അടിയിൽ ഒറ്റ വിപ്പില്ലാത്തോണ്ട് ചവിട്ടിയപ്പോ. പക്ഷെ എന്തോ സത്യം പറയാ, ഞാൻ അന്നാ വീഡിയോ കൊച്ചു വീണ വീഡിയോ കണ്ടില്ലേ തലയിടിച്ചിട്ട് മെച്ചൊന്നും എനിക്കറിയില്ല തലയിടിച്ചില്ല. ആ സാധനം മെമ്മറിയില് പെട്ടെന്ന് കയറിയപ്പോ ഞാൻ കൈ കുത്തിട്ട് തല വെക്കി. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിന്റെ തലയുടെ ബാക്കിൽ വന്ന് ഇടിച്ചാണ്. എന്നാ പിന്നെ ക്ഷമിക്ക് നാളത്തേക്ക് കുറച്ച് തിരക്കിലായനെ. പിന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതെ സുഖമായിട്ടുള്ള ഇങ്ങനെയൊക്കെ തന്നെയാണ് ആകസ്മികമായ മരണം എന്നൊക്കെ പറയണത്. ആ തല പോയി ബാക്കില് ബാക്ക് സൈഡ് അടിച്ചാൽ ഉറപ്പായിട്ടും തീരുമാനമാവും. നമ്മള് ഹോസ്പിറ്റലിൽ പോയത് കൊറേ പേര് ഇതുപോലെ വീണിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. പോലെ വീഴാൻ വേണ്ടി മാത്രം പെയ്ത പോലെ നിറച്ച് വീണ ആൾക്കാര് തന്നെ അതിനുള്ളിൽ എല്ലാം ഡ്രസ്സിങ്. സിസ്റ്റർ പറയണത് 6 മണി തൊട്ട് തുടങ്ങിയതാണ്. ഇതുവരെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കിട്ടിയില്ല അവർക്ക്. മഴ നാട് പെയ്തോണ്ടിരിക്കല്ലേ. അതൊന്നും പിന്നെ ഈ പല സ്ഥലങ്ങളിൽ ചെടിയാണ്. ഇപ്പം നമ്മള് പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ആക്സിഡന്റ് ആ നമ്മുടെ മുടിക്കോട് ഭാഗത്തും ഫുൾ ബ്ലോക്ക്. ഇവിടെ മണ്ണുത്ത് എത്തണേക്കാൾ തൊട്ട് മുന്നേ ബ്ലോക്ക് മാത്രം എന്റെ കൂടെ ഇതായിട്ടേ എന്തോ ഇങ്ങനെയോ
എവിടേക്കോ വേദനകൾ വരുന്നു. ഒരു മുഴ പോലെ വന്നിട്ടുണ്ട് മറ്റേ തണ്ടലിന്റെ ഭാഗത്ത്. അതിന്റെ റിസൾട്ട് നാളെ രാവിലെ അറിയാം. എട്ട് നടക്കൂ ഇഴഞ്ഞ് നടക്കൂ. ആ ഡോക്ടറോട് ഇത്രയും നേരം നിന്ന് കത്തി വെച്ചു. അപ്പൊ അത് പറയാൻ പറ്റില്ല. ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞേ, മാഡം ആള് സർജൻ നാളെ സർജനെ കാണണം. സർജനെ കണ്ടിട്ട് അവിടെയാണ് നാളെ സർജനെ കാണണം തോന്നുന്നു. അപ്പൊ ഞാൻ വിളിച്ച ആദ്യം ബിൽഡപ്പ് കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മാഡം അത്രയ്ക്കൊന്നുമില്ല, ചെറുതായിട്ട് ചെത്തിയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഞങ്ങളിങ്ങനെ പറയും, നിങ്ങൾക്ക് ആവശ്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഡ്രസ് ചെയ്യാൻ അറിയണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇത് പഴുത്താ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നു. അങ്ങനത്തെ ഒരു ഡയലോഗ് ഡോക്ടർ. ഞാനൊരു ഇവര് തീർച്ചാ ആ പെണ്ണ് ഇപ്പുറത്തുനിന്ന് അവര് ഞാൻ പറഞ്ഞു മാഡത്തെ ബ്ലീഡിങ് എന്ന് പറയാം. ബ്ലീഡിങ്ങിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയും, ഇങ്ങനെ നല്ല ബ്ലീഡിങ്. പിന്നെ ഞാനെന്ത് എന്റെ കയ്യിൽ നിന്ന് ചോര പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അതല്ലാണ്ട് എന്താ പറയാ, അങ്ങനെ അതുകൊണ്ട് സെൻട്രൽ ലോൺ ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് ആകാശം വയ്ക്കും. എനിക്ക് ഭയങ്കര അനുഭവം. കാരണം വെച്ചാൽ ഈ 2 മാസത്തിനുള്ളിൽ 2 ബ്ലഡ് കണ്ട ഇതുണ്ടായി. ഭയങ്കര അക്രമമായി പോയി. എനിക്ക് പറ്റി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരിക്കുമ്പോഴേ എനിക്ക് വിശപ്പാണ്. ഇവിടെ കാരണം ഭക്ഷണം കഴിക്കുന്നു. അത് വേറൊന്നുമല്ല, ഇല്ല അഭിയൊന്നും പറഞ്ഞിട്ടില്ലേ. അഭിയൊന്നും ഒരു രസം രസം തള്ള നടുവരലിന്റെ തുമ്പ് പോയിട്ട് ജിമ്മില് ഞാൻ കേറിയില്ല, താഴെ ഇരുന്നു. അവന്റെ അടുത്ത് ചോദിച്ചു നീ വരുന്നില്ല ജിമ്മില്? ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ചോദിക്കാം, എല്ലാവരും മുന്നിൽ നടുവരലിൽ വൃത്തി പോണ്ടായി അവിടെ മണക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസമല്ല അഭിയെ ഞാൻ ഫുള്ളായിട്ട് ജിമ്മിന്റെ താഴെ കൊണ്ടുവന്ന് അഭിനെ ഇറക്കി വിട്ടിട്ട് കാറിൽ കിടന്നു. ചേട്ടാ പൊറോട്ട പിച്ചി പന്തി തരുമോ?